രാത്രിക്കായിട്ട് വീണ്ടും ദൈവത്തിന് മഹത്വം. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ അധ്യായത്തെ 3 വിഭാഗിച്ച് നാം പഠിക്കുന്നു. ഒന്നാമത്തെ ഭാഗം 1-2 അധ്യായങ്ങൾ വ്യക്തിപരമായ വിഷയങ്ങൾ. രണ്ടാം ഭാഗം അതിന്റെ 3-4 അധ്യായങ്ങൾ ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങൾ. മൂന്നാം ഭാഗം 5-6 അധ്യായം അതിന്റെ ജീവിതപരമായിട്ടുള്ള വിഷയങ്ങൾ. രണ്ടാമത്തെ ഭാഗത്ത് നിന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. 3-4 അധ്യായങ്ങൾ ഉപദേശപരമായിട്ടുള്ള വിഷയങ്ങൾ. ഈ 3-4 അധ്യായങ്ങള് ഉപദേശപരമായിട്ടുള്ള വിഷയത്തില് 3-ാമത്തെ അധ്യായമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെ 4 നമ്മൾ വിഭാഗിച്ച് പഠിക്കുന്നു. അതിന്റെ 1-ാമത്തെ ഭാഗം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ ഗലാത്യരുടെ അനുഭവം. രണ്ടാം ഭാഗം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അബ്രഹാമിന്റെ മാതൃക. മൂന്നാം ഭാഗം അതിന്റെ 10 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങള് ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നു. പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാക്ഷ്യം, അതായത് കർത്താവായ യേശു ക്രിസ്തു മൂലം ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിടുതൽ. 4-ാം ഭാഗം അതിന്റെ 15 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങള് മനുഷ്യ ഇടപാടിൽ ദൈവിക ഉടമ്പടിയുടെ പരിശുദ്ധി. 3-ാമത്തെ അധ്യായത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ എന്ന് തെളിയിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് 4 വിധ തെളിവുകൾ ഈ അധ്യായത്തിൽ നിരത്തുന്നു. അതിന്റെ ആദ്യത്തെ 2 തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചത്. ഒന്നാമത്തേത് ഗലാത്യരുടെ അനുഭവം. അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവത്തിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് തെളിയിക്കുകയാണ് വിശ്വാസത്താൽ മാത്രമാണ് രക്ഷ. രണ്ടാമത്തെ കാര്യം അബ്രഹാമിന്റെ മാതൃക. അത് നമ്മൾ ചിന്തിക്കുവാൻ തൊണ്ടിടയായി തീർന്നു. ആരാണ് അബ്രഹാമിന്റെ മക്കൾ? യഥാർത്ഥമായിട്ട് ആരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതിന്റെ 3-ാമത്തെ ഭാഗമാണ് ഈ രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത്. പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാക്ഷ്യം, അതായത് ക്രിസ്തു മൂല ന്യായ പ്രമാണത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് വിവരിക്കുന്നത്. അതിന്റെ 10-ാമത്തെ വാക്യം, വേഴ്സ് 10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിന് കീഴാകുന്നു. ശാപത്തിന് വലിയൊരു ചരിത്രമുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കാൻ തുടങ്ങുന്നു. 3-ാം അധ്യായം അതിന്റെ 14 മുതൽ 19 വരെയുള്ള വേദഭാഗങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. ജെനസിസ് ചാപ്റ്റർ 3 വേഴ്സ് 14 to 19. യഹോവയായ ദൈവം പാമ്പിനോട് കൽപ്പിച്ചത്, നീ ഇത് ചെയ്തുകൊണ്ട് എല്ലാ കന്നുകാലികളിലും എല്ലാ കാട്ടുമൃഗങ്ങളിലും വെച്ച് നീ ശപിക്കപ്പെട്ടിരിക്കുന്നു. നീ ഉരസുകൊണ്ട് ഗമിച്ച് നിന്റെ ആയുഷ്കാലമൊക്കെയും പൊടി തിന്നും. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. വയലിലെ സസ്യം നിനക്ക് ആഹാരമാകും. നിലത്തുനിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അത് തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഞാൻ പറഞ്ഞത് ശാപത്തിന് വലിയൊരു ചരിത്രമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളത് വായിക്കാൻ തുടങ്ങുന്നു. ഉൽപ്പത്തി തുടങ്ങി മലാഖി വരെ അത് നീളുന്നു.
പാപത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാണ് ശാപം. ആദിമ പാപത്തോട് ദൈവം റിയാക്ട് ചെയ്ത രീതി ശ്രദ്ധിക്കുക. നമ്മൾ ആ വായിച്ച വേദഭാഗത്തിൽ പാമ്പിനോട്, സ്ത്രീയോട്, മനുഷ്യനോട്, മനുഷ്യൻ നിമിത്തം ഭൂമിയോട് ദൈവം പ്രതികരിച്ച രീതി ശ്രദ്ധിക്കുക. അപ്പോൾ പാപത്തോടുള്ള ദൈവത്തിന്റെ പ്രതികരണമാ ശാപം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം എടുത്താട്ടെ, 7-ാം അധ്യായം 49-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 7 വേഴ്സ് 49. ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് യഹൂദന്മാർ വിശ്വസിച്ചിരുന്ന കാര്യമാണ്. ആവർത്തന പുസ്തകം 27-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം. ഡ്യൂട്രോണമി ചാപ്റ്റർ 27 വേഴ്സ് 26. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ഇതനുസരിച്ച് നടക്കുവാൻ പറ്റാത്തത് കൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്നവൻ ശാപത്തിന് കീഴാകുന്നു. ഇവിടെ ന്യായപ്രമാണത്താലുള്ള നീതീകരണത്തിന്റെ അസാധ്യത തെളിയിക്കുകയാണ് നാം പഠിക്കുന്ന ലേഖനത്തിൽ കൂടി അപ്പോസ്തലൻ. മറ്റൊരു വേദഭാഗം കൂടി വായിച്ചാട്ടെ. യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 10. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീർന്നു. ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ടും ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു. അപ്പോൾ ന്യായപ്രമാണം അനുസരിക്കുന്ന ഒരു വ്യക്തി സകലതും അനുസരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിനും കുറ്റക്കാരനായി തീരുന്നു. നമുക്ക് വൈൽഡസ്റ്റ് ഡ്രീം പോലും വേണ്ട ന്യായപ്രമാണം അനുസരിച്ച് നീതീകരിക്കപ്പെടാമെന്ന്. ഇല്ല, സിഐയുടെ എക്സാമിനേഷൻ ഗ്രൂപ്പായിട്ട് എഴുതുന്ന പോലെ എല്ലാ ഗ്രൂപ്പും ജയിച്ചു, പക്ഷെ ഒരു ഗ്രൂപ്പിലെ ഒരു സബ്ജക്റ്റിന് തോറ്റുപോയെങ്കിൽ മുഴുവൻ ഗ്രൂപ്പും പോകുന്ന പോലെ. ന്യായപ്രമാണം മുഴുവൻ അനുസരിച്ചു, പക്ഷെ ഒരെണ്ണത്തിൽ തെറ്റിപ്പോയാൽ മുഴുവനും പോയി. 10-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. ഗലാത്യർ 3:10. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവരും ശാപത്തിന് കീഴാകുന്നു. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം അതിൽ നിലനിൽക്കാത്തവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആവർത്തന പുസ്തകം 27-ാം അധ്യായം 26-ാം വാക്യത്തിൽ എവിടെ എഴുതിയിരിക്കുന്നത്? ഡ്യൂട്രോണമി ചാപ്റ്റർ 27 വേഴ്സ് 26. നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച ഭാഗം. ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ പ്രമാണമാക്കി അനുസരിച്ച് നടക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ. ജനമെല്ലാം ആമേൻ എന്ന് പറയണം. അപ്പോൾ ഒരു പാപിക്ക് വേണ്ടി ന്യായപ്രമാണത്തിന് നൽകുവാൻ കഴിയുന്നത് ശാപം
മരണം എന്നിവയാണ്. എന്നാൽ സുവിശേഷത്തിനോ രക്ഷ, ജീവൻ എന്നിവ. അനുസരിച്ച് നടന്നില്ലെങ്കിൽ മരണം എന്ന് ന്യായപ്രമാണം പറയുമ്പോൾ വിശ്വസിച്ചാൽ ജീവൻ എന്ന് സുവിശേഷം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു യഹൂദനും ന്യായപ്രമാണം മുഴുവനായിട്ട് അനുസരിച്ചു എന്ന് അവകാശപ്പെടുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അസാധ്യമായ കാര്യം. അങ്ങനെയെങ്കിൽ പല ലംഘനങ്ങളുള്ള, പരിമിതികളുള്ള ഗലാത്യരുടെ കാര്യമോ പറയുകയേ വേണ്ട. യഹൂദന് നേരെ ചൊവ്വയെ അനുസരിക്കുവാൻ തക്കവണ്ണം പറ്റാത്ത കാര്യമാണോ ജാതികൾക്ക് സാധിക്കുക? ദൈവം വിളിച്ച് വേർതിരിച്ച് സ്വന്തം ജനമാക്കി തീർത്ത യഹൂദന് പറ്റാത്ത കാര്യമാണോ അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് ജാതികൾക്ക് സാധിക്കുക? സ്തോത്രം. ഓർക്കുക, ഗലാത്യ സഭയിൽ ജാതികളിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും രക്ഷയിലേക്ക് വന്നവരുണ്ട്. യഹൂദന്മാരിൽ നിന്ന് രക്ഷയിലേക്ക് വന്നവർ ജാതികളിൽ നിന്ന് രക്ഷയിലേക്ക് വന്ന ആളുകളെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണം മാത്രം പോരാ, ന്യായപ്രമാണത്തിന്റെ ചില ആചാരങ്ങൾ കൂടി അനുഷ്ഠിക്കണമെന്ന് പഠിപ്പിച്ചതാണ് ഇവിടുത്തെ പ്രശ്നം. അത് മറന്നു പോകരുത്. അത് ഞാൻ പറഞ്ഞത്, സ്വന്തം ജനമായി വിളിച്ചു വേർതിരിക്കപ്പെട്ട യഹൂദന് ചെയ്യുവാൻ തക്കവണ്ണം പറ്റാത്ത കാര്യമാണോ ജാതികളായവർക്ക് സാധിക്കുക? 11-ാമത്തെ വാക്യം, വേഴ്സ് 11. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയെ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. എന്നാൽ ന്യായപ്രമാണത്താൽ മതി. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. പിന്നീട് എന്താ എഴുതിയിരിക്കുന്നത്? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുണ്ടല്ലോ. ഇത് ഗലാത്യരിൽ നിവർത്തിയായ രണ്ടാം പഴയ നിയമ പ്രവചനം. ഒന്നാമത്തെ പ്രവചനം എവിടെയാ നമ്മൾ ചിന്തിച്ചത്? ഈ അധ്യായത്തിൽ തന്നെ 8-ാമത്തെ വാക്യത്തിൽ നമ്മൾ ചിന്തിച്ചതാണ്. 11-ാമത്തെ വാക്യം ഗലാത്യരിൽ നിവർത്തിയായ രണ്ടാം പഴയ നിയമ പ്രവചനം. എവിടുന്നാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഹബക്കൂക്കിന്റെ പ്രവചനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഹബക്കൂക്ക് ചാപ്റ്റർ 2 വേഴ്സ് 4. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ന്യായപ്രമാണ കാലത്ത് ജീവിച്ച ഹബക്കൂക്കിന്റെ ഒരു വാക്യം അപ്പോസ്തലനായ പൗലോസ് ഉദ്ധരിക്കുന്നു. ന്യായപ്രമാണ കാലത്ത് പോലും വിശ്വാസത്തിന്റെ മേന്മ ഉയർത്തി കാണിക്കുകയാണ് ഹബക്കൂക്ക്. ഹല്ലേലൂയ. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇത് രേഖപ്പെടുത്തിയ ഹബക്കൂക്ക് ഈ വാക്യം പുതിയ നിയമത്തില് 3 പ്രാവശ്യം ഉദ്ധരിച്ചിട്ടുണ്ട്. എവിടൊക്കെയാണത്? ഒന്നാമത് റോമാലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 1 വേഴ്സ് 17. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ട് വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. സ്തോത്രം. ഇവിടെ ഞാൻ പറഞ്ഞു മൂന്ന് ഇടങ്ങളിലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പുതിയ നിയമത്തിൽ ഈ വാക്യത്തിലുള്ള 3 പദങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ്
മൂന്നിടങ്ങളിൽ വ്യത്യസ്തമായിട്ട് ഇത് പ്രതിപാദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ വാക്യത്തിൽ മൂന്ന് വാക്കുകളുണ്ട് അല്ലെ? ഈ വാക്യത്തിൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യത്തിലുള്ള 3 പദങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 3 ഇടങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ ഈ വാക്യം പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. റോമാലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ആര് വിശ്വാസത്താൽ ജീവിക്കുമെന്നതിന്റെ മറുപടിയാ. ഉത്തരം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. നീതിമാൻ എന്ന പദത്തിന് പ്രാധാന്യം. രണ്ടാമത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ചോദ്യം: നീതിമാൻ എങ്ങനെ ജീവിക്കും? ഉത്തരം: വിശ്വാസത്താൽ ജീവിക്കും. രണ്ടാമത്തെ പദത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം. മൂന്നാമത് എബ്രായ ലേഖനം 10-ാം അധ്യായം 38-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഹിബ്രൂസ് ചാപ്റ്റർ 10 verse 38. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നീതിമാൻ എങ്ങനെ ജീവിക്കും? ക്ഷമിക്കണം, നീതിമാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യുമെന്ന് എബ്രായ ലേഖനത്തിൽ ചോദിക്കുന്നു. ഉത്തരം: നീതിമാൻ ജീവിക്കും. നീതിമാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യും? അപ്പോൾ ഹബക്കൂക്ക് എഴുതിയ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയ ഈ വാക്യം 3 പദങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് 3 ഇടങ്ങളിൽ വ്യത്യസ്തമായി പുതിയ നിയമത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. റോമാലേഖനത്തിൽ ആര് വിശ്വാസത്താൽ ജീവിക്കുമെന്നതിന്റെ ഉത്തരം നീതിമാൻ. 2, ഗലാത്യ ലേഖനത്തിൽ നീതിമാൻ എങ്ങനെ ജീവിക്കും? നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എബ്രായ ലേഖനത്തിൽ നീതിമാൻ വിശ്വാസത്താൽ എന്ത് ചെയ്യും? ജീവിക്കും. ജീവനിൽ മുന്നേറുമെന്ന് അതിന്റെ അർത്ഥം. നീതിമാൻ വിശ്വാസത്താൽ ജീവനിൽ മുന്നേറും. ഈ 3 ലേഖനങ്ങളും ഒരാൾ എഴുതി എന്നതിന്റെ തെളിവ് കൂടിയായത്. ഞാനത് പറയാൻ കാരണം, എബ്രായ ലേഖനം പൗലോസ് ആണോ എഴുതിയത് എന്ന് ചിലർ സംശയം പ്രകടിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ മറ്റ് 2 ലേഖനങ്ങൾ, റോമാ ലേഖനവും ഗലാത്യ ലേഖനവും, അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വാക്യം എബ്രായ ലേഖനത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ, ന്യായപ്രമാണം പറഞ്ഞതെല്ലാം നിവർത്തിക്കുവാൻ തക്കവണ്ണം മനുഷ്യർക്ക് സാധ്യമല്ലാത്തതിനാൽ അവർ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുകയല്ലാതെ വേറെ മാർഗമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രാരംഭത്തിൽ ഓർമ്മിപ്പിച്ചതുപോലെ യഹൂദന്മാർക്ക് പോലും ആചരിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത കാര്യം ജാതികളിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട ഗലാത്യ സഭയിലുള്ള വിശ്വാസികൾക്ക് ഒരു കാരണവശാലും അനുസരിക്കുവാൻ തക്കവണ്ണം നിവൃത്തിയില്ല. അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയുമില്ല. 12-ാം വാക്യം. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുണ്ടല്ലോ. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്. പിന്നെ എന്താണ് ആധാരം? പ്രവൃത്തി.
ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും എന്നുണ്ടല്ലോ. ഇത് ലേവ്യ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്നു. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ലെവിറ്റിക്കസ് ചാപ്റ്റർ 18 വേഴ്സ് 5. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവ ആകുന്നു. ആകയാൽ എന്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം. അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും. ഞാൻ യഹോവയാകുന്നു. ഇത് ലേവ്യ പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിരിക്കുന്നു. 13-ാം വാക്യം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഇത് ഗലാത്യരിൽ നിവൃത്തിയായ 3-ാം പഴയ നിയമ പ്രവചനം. ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിന്റെ 21, 22, 23 വാക്യങ്ങൾ. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 21 വേഴ്സ് 22 and 23. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവനും ഇരിക്കരുത്. അന്ന് തന്നെ അത് കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശം നീ അശുദ്ധമാക്കരുത്. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട്, അങ്ങനെ ഒരു പാപവും ചെയ്തിട്ടല്ല യേശു മരിച്ചതെന്ന് ഓർക്കുക. ഒരുത്തൻ മരണയോഗ്യമായ ഒരു പാപം ചെയ്തിട്ട് അവനെ കൊന്ന് ഒരു മരത്തിൽ തൂക്കിയാൽ അവന്റെ ശവം മരത്തിന്മേൽ രാത്രി മുഴുവൻ ഇരിക്കരുത്. അന്ന് തന്നെ അതിനെ കുഴിച്ചിടണം. തൂങ്ങി മരിച്ചവൻ ദൈവസന്നിധിയിൽ ശാപഗ്രസ്തനാകുന്നു. പൂർണ്ണ മനസ്സോടെ അവൻ ആ ശാപം ഏറ്റെടുത്തത് നമുക്ക് വേണ്ടി. നമ്മള് പാട്ട് പാടാറുണ്ടല്ലോ, മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേലാ ദൈവജാത, നിനക്കീ വേദന വരുത്തി വെച്ചതി നീചൻ ഞാനയ്യോ. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ മനസ്സോടാണ് അവൻ ആ ശാപം ഏറ്റെടുത്തത്. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കയാലും നമുക്ക് വേണ്ടി പാപമാകയാലും പാപത്തിനു വേണ്ടിയുള്ള മരണത്തിന്റെ ശാപം അവന്റെ മേലായി. യേശു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനാണ്. അവൻ നമുക്ക് വേണ്ടി ആ പാപമായി തീർന്നത്. അതുകൊണ്ട് തന്നെ പാപത്തിനു വേണ്ടിയുള്ള മരണത്തിന്റെ ശാപം ക്രിസ്തുവിന്റെ മേലായി. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം. 2 Corinthians chapter 5 verse 21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതി ആകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ, യേശു പാപമില്ലാത്തവൻ, പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവനായിരുന്നു. പാപം അറിയാത്തവനെ നാം അവനിൽ, അതായത് ക്രിസ്തുവിൽ
ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ, അതായത് ദൈവം, തന്റെ പുത്രനെ നമുക്ക് വേണ്ടി പാപമാക്കി. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതൊരു വേദഭാഗം കൂടെ വായിച്ചിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഐശയ്യാ ചാപ്റ്റർ 53 verse 6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ക്രിസ്തുവിന്റെ മേൽ ചുമത്തി, തന്റെ പുത്രന്റെ മേൽ അവൻ ചുമത്തി നമ്മുടെ എല്ലാവരുടെയും അകൃത്യം. 13-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. കാരണം അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലാ ജനിച്ചത്. ന്യായപ്രമാണം ഇപ്രകാരം പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ക്രിസ്തു അവൻ പാപം ചെയ്തില്ലെങ്കിൽ തന്നെയും നമ്മുടെ പാപങ്ങളെ ദൈവം അവന്റെ മേലാക്കി. ഹല്ലേലൂയ. അവൻ മരത്തിന്മേൽ തൂങ്ങി ശാപഗ്രസ്തനായി തീർന്നു നമുക്കായിട്ട്. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ക്രൂശ് മരണമെന്ന് പറഞ്ഞത് ലജ്ജാകരമായ ഒരു മരണമായിരുന്നു. അത് മാത്രമല്ല, അത് ശാപമരണവുമായിരുന്നു. ഇവിടെ നാം വായിക്കുന്നു, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ അവൻ വിലയ്ക്ക് വാങ്ങി. വിലയ്ക്ക് വാങ്ങി എന്നതിന്റെ അർത്ഥം വീണ്ടെടുത്തു. ഇതിന് 3 ഗ്രീക്ക് പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. വിലയ്ക്ക് വാങ്ങി, അതായത് വീണ്ടെടുത്തു എന്ന പദം 3 ഗ്രീക്ക് വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നാമത്തെ ഗ്രീക്ക് പദം അഗാറാസോ, AGARAZO, അഗാറാസോ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. 1 Corinthians chapter 6 verse 19. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? സ്തോത്രം. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ, അണ്ടർലൈൻ ചെയ്യുക, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അഗാറാസോ എന്ന പദം, അതിന്റെ തർജ്ജിമയാണ് നാം കാണുന്നത് അവിടെ. വിലയ്ക്ക് വാങ്ങുക, വീണ്ടെടുക്കുക. അപ്പോൾ ദൈവത്തിന്റെ ദാനമായിട്ട് നമ്മിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നമ്മുടെ ശരീരമെന്നും നമ്മളെ ദൈവം വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണെന്നും നമ്മൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അഗോറാസോ എന്ന പദം അടിമച്ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക. അതായത് നാം പാപത്തിന്റെ അടിമകളായിരുന്നു. ക്രിസ്തു വീണ്ടെടുപ്പ് വിലയായിട്ട് തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് നാം ക്രിസ്തുവിന്റെ അടിമകളാണ്. ഹല്ലേലൂയ. ഒരിക്കൽ നാം പാപത്തിന്റെ അടിമകളായിരുന്നു. ക്രിസ്തു വീണ്ടെടുപ്പ് വില കൊടുത്ത്, ആ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്നത് തന്റെ രക്തമാണ്. അവന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി. ഇന്ന് നാം ക്രിസ്തുവിന്റെ അടിമകളാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം എടുത്താട്ട് ഒന്നാം അധ്യായം അതിന്റെ 18-19 വേദഭാഗങ്ങൾ. 1 Peter chapter 1 verse 18 and 19. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്.
ആ പദം ശ്രദ്ധിക്കുക. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ ഒന്നാമത്തെ പദം, വീണ്ടെടുക്കുക എന്നതിന്റെ ഒന്നാമത്തെ പദം ഗ്രീക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അഗാറാസോ, അതായത് അടിമ ചന്തയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുക. രണ്ടാമത്തെ പദം എക്സാഗൊറാസോ, EXAGORASO, അതായത് അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പുറത്തു കൊണ്ടുപോകുക എന്നർത്ഥം. വീണ്ടെടുക്കുക എന്ന പദത്തിന്റെ അർത്ഥമായി പറയുന്നത് അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ച് പുറത്തു കൊണ്ടുപോകുക. അതായത് ഇനി നമ്മെ ഒരു അടിമച്ചന്തയിലും വിൽക്കാൻ നിർത്തുകയില്ല. അത് ഈ കാലത്തിലും നിത്യതയിലും നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിമയായിരിക്കും. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, എന്നെന്നും ഞാൻ നിന്നടിമ നിൻ വകയാം, എന്നാളും നീ എന്നാഥനാം എന്നോടേക ആശ്രയം. പഴയ പാട്ട്. എന്നെന്നും ഞാൻ നിന്നടിമ നിൻ വകയാം. അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിച്ച് പുറത്തു കൊണ്ടുപോകുക എന്നർത്ഥം. എക്സാഗൊറാസോ. മൂന്നാമത്തെ പദം ലൂട്രോ, LUTRO, ലൂട്രോ, അതായത് വീണ്ടെടുപ്പ് വിലയാൽ സ്വതന്ത്രനാക്കുക. വീണ്ടെടുപ്പ് വിലയാൽ സ്വതന്ത്രനാക്കുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 32-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ജോൺ ചാപ്റ്റർ 8 വേഴ്സ് 32. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. വീണ്ടെടുപ്പ് വില കൊടുത്ത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാനാ നമ്മളെ ദൈവം കൊണ്ടുപോയത്. ഹല്ലേലൂയ. എന്റെ ശബ്ദം ക്ലിയർ ആണോ? സ്തോത്രം. ദൈവം നമുക്ക് വീണ്ടെടുപ്പ് വില നൽകി തന്നത്, വീണ്ടെടുപ്പ് വില കൊടുത്തിട്ട് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ കൊണ്ടുപോയത് സ്വതന്ത്രനാക്കാനാ, ദൈവത്തെ മഹത്വപ്പെടുത്തി ഇനി ജീവിക്കാനാ. ഒരു കാര്യം ഞാൻ പറയാം, നാം മനസ്സോടെ ക്രിസ്തുവിന്റെ അടിമകളായി തീർന്നവരാ. ബൈ ഫോഴ്സ് അല്ല, മനസ്സോടെ ക്രിസ്തുവിന്റെ അടിമകളായി തീർന്നവരാ. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ. പണ്ട് നമ്മൾ ആയിരുന്ന സ്ഥലം ഒന്ന് ഓർത്ത് നോക്കിക്കേ. പാപം വിൽക്കുന്ന ചന്ത, സാത്താൻ എന്ന മുതലാളി പാപം ചെയ്യിക്കുവാൻ നമ്മെ ഒരു പ്രദർശന വസ്തുവാക്കി, അടിമയാക്കി ആ ചന്തയിൽ നിർത്തിയ ഒരു കാലമുണ്ടായിരുന്നു. സകല മ്ലേച്ഛ പ്രവൃത്തികളും ചെയ്യിച്ച്. അങ്ങനെ ഒരു കാലമില്ലായിരുന്നോ? സാത്താന്റെ അടിമത്തത്തിൽ, അടിമച്ചന്തയിലായിരുന്നു നമ്മള്. പാപം വിൽക്കുന്ന ചന്ത. സാത്താനായിരുന്നു അതിന്റെ ഓണർ. പാപം ജയിക്കുവാൻ കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും പ്രദർശന വസ്തുവാക്കി നിർത്തിയ ഒരു കാലം. അവിടെ നിന്നാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ സ്വന്തം രക്തം നൽകി നമ്മളെ പുറത്തോട്ട് കൊണ്ടുപോയത്.
ദൈവത്തിന് സ്തോത്രം. ആ രക്തത്തിന് പകരം കൊടുക്കുവാൻ നമുക്കൊന്നുമില്ലാത്തത് കൊണ്ട് അവന്റെ സ്നേഹത്തിന് മുൻപിൽ നമ്മെ തന്നെ അങ്ങ് കൊടുത്തു. ആ നിലയിലാണ് നാം ക്രിസ്തുവിന്റെ അടിമകളായത്. അത് വേറൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ക്രിസ്തുവിന്റെ അടിമകളായവരാ. ദൈവത്തിന് സ്തോത്രം. ആത്മീയമായിട്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടിമകളായവരാ. അങ്ങനെ അടിമകളായവരാണ് നാം. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിന് അടിമകളായി തീർന്നു നമ്മൾ. അങ്ങനെ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യം ആത്മീക ജീവിതത്തിൽ അനുഭവിക്കുക. ഹല്ലേലൂയ. വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവിയിൽ ലഭിക്കുന്നതുമാണ്. വീണ്ടെടുപ്പിനോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത് കാര്യങ്ങൾ. ഈ വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞതാ, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാ, ഭാവിയിൽ ലഭിക്കുന്നതാ. ഒന്നാമതായിട്ട് വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞതാ. എഫെസ്യ ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 7. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാ നമ്മള്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം കൂടി. ബുക്ക് ഓഫ് കൊലോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 14. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവനിൽ നമുക്ക്, ക്രിസ്തുയേശുവിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിന്റെ അനുഭവത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ആ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരു കാലത്ത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് വീണ്ടെടുപ്പ് പ്രാപിച്ചവരാ നമ്മൾ ഓരോരുത്തരും. 2, വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 40. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു, സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന്. അതായത് ഒരിക്കൽ വീണ്ടെടുക്കപ്പെട്ട നാം ഇന്ന് ശുദ്ധീകരണത്തിന്റെ പാതയിൽ കൂടി കടന്നു പോകുകയാണ്. വർത്തമാനകാലത്ത് ഒരിക്കൽ ദൈവം നമ്മെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിന്റെ അനുഭവം നമ്മൾ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. എപ്രകാരം? ദൈവം നമ്മെ ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിൽ കൂടി മുൻപോട്ട് കൊണ്ടുപോകുകയാണ്. നാം ഇപ്പോഴും വീണ്ടെടുപ്പിന്റെ പാതയില്ല. വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. ഇനി വീണ്ടെടുപ്പ് ഭാവിയിൽ ലഭിക്കുന്നതാ. റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. ഞാൻ ഈ വേദഭാഗം ഞാൻ ഇന്നലെ സാംസ് എടുത്തപ്പം പറഞ്ഞൊരു വാക്യമാണ്. ആ വേദഭാഗം ഇംഗ്ലീഷിൽ ഒന്ന് വായിച്ചിട്ട് നമ്മൾ ഇന്നലെ ചിന്തിച്ച കാര്യം തന്നെ ഒരിക്കൽ കൂടി പറയാം. And not only the creation, but we ourselves who have the first fruits of the Spirit, groan inwardly as we wait eagerly for adoption as sons, the redemption of our bodies. സ്തോത്രം. And not only the creation, but we ourselves who have the first fruits. ഇവിടെ ആദ്യദാനം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യ ഫലം എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. മൂലഭാഷയിൽ കാണുന്നത് അങ്ങനെ തന്നെ.
who have the first fruits of the Spirit grown inwardly as we wait eagerly for adoption as sons, the redemption of our bodies. അപ്പോൾ വീണ്ടെടുപ്പ് ഭാവിയിൽ ലഭിക്കുന്നത് ആദ്യ ദാനമായിട്ട്, ആദ്യ ഫലമായിട്ട് നമുക്ക് ആത്മാവെന്ന ദാനമായി ലഭിച്ചത്. എന്നിട്ട് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അത് ഭാവിയിൽ ലഭിക്കാൻ പോകുന്നതാ. രണ്ടാമതൊരു വേദഭാഗം, എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് എഫിഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അവനാലല്ലോ. പരിശുദ്ധാത്മാവിന്റെ ആളത്വത്തെ കാണിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് ദുഃഖമുണ്ടാകുന്നത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയായിട്ടൊന്നും നമ്മൾ കരുതരുത്. പരിശുദ്ധാത്മാവിന് ആളത്വമുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ഉണ്ടാകും. പക്ഷെ പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ട് ചിത്രീകരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നു, അവനാലല്ലോ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ. പരിശുദ്ധാത്മാവിന് ആളത്വം ഉള്ളത് കൊണ്ട് ആ ദുഃഖമുണ്ടാകുന്നത്. സ്തോത്രം. ഈ പാരഗ്രാഫിൽ നമ്മൾ പഠിച്ച 3 പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. 3-ാം അധ്യായം 10-ാമത്തെ വാക്യം, ശാപത്തിൻ കീഴ് എന്നൊരു വാക്ക് നമ്മൾ കാണുന്നു. എന്നാൽ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ കീഴാകുന്നു. അതായത് പാപികൾ ശാപത്തിന് കീഴായിരുന്നു. 13-ാമത്തെ വാക്യം ശ്രദ്ധിച്ചേ, നമുക്ക് വേണ്ടി ശാപമായി. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. അതായത് ക്രിസ്തു നമ്മുടെ ശാപത്തിനും നമുക്ക് മധ്യേ വന്നു. നമുക്ക് വേണ്ടി അവൻ ശാപമായി തീർന്നു. 3-ാമത്തെ പദപ്രയോഗം ശ്രദ്ധിച്ച് 13-ാം വാക്യത്തിൽ തന്നെ, ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. അതായത് നമ്മെ ശാപത്തിൻ കീഴെ നിന്ന് വിടുവിച്ചു. അപ്പോൾ ശാപത്തിൻ കീഴ്, പാപികൾ ശാപത്തിന് കീഴായിരുന്നു. 2, നമുക്ക് വേണ്ടി ശാപമായി. ക്രിസ്തു നമ്മുടെ ശാപത്തിന് നമുക്ക് മധ്യേ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി അവൻ ശാപമായി തീർന്നു. വീണ്ടും 3-ാമത്തെ പദം, ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. നമ്മെ ശാപത്തിൽ നിന്ന് അവൻ വിടുവിച്ചു. 14-ാം വാക്യം, വേഴ്സ് 14. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. കർത്താവായ യേശു ക്രിസ്തു ശാപമായി തീർന്നതിന്റെ 2 ഉദ്ദേശങ്ങൾ ഇവിടെ കാണുന്നു. 1, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരിക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം ചിന്തിച്ചത് എന്താണ്? ഒന്ന് വായിച്ചാട്ട്. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നുവെന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് അത് മുൻകൂട്ടി അറിയിച്ചത് അബ്രഹാമിന്റെ പൗത്രനായ ദൈവപുത്രനിൽ കൂടെ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അബ്രഹാമിന്റെ സന്തതിയായിട്ട് ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഹല്ലേലൂയ എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് ദൈവം മുൻകൂട്ടി അറിയിച്ചത് അബ്രഹാമിന്റെ സന്തതി പരമ്പരയായി ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളായിരുന്നു.
കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണമാകുന്ന ലൗകിക അനുഗ്രഹമാണ് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. സർവ്വലോകത്തിനുമുള്ള അനുഗ്രഹം. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ സ്വീകരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അപ്രകാരം നീതീകരണത്തിന്റെ അനുഭവം പ്രാപിച്ച ഒരു വ്യക്തി, അത് സാർവലൗകിക അനുഗ്രഹമാണ്. ഒരിക്കൽ യഹൂദന് മാത്രമായി അവകാശപ്പെട്ടിരുന്ന രക്ഷ തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നൽകി കൊടുത്തതിലൂടെ, അവനെ വിശ്വസിച്ചതിലൂടെ ലോകത്തിലുള്ള സർവ്വജനത്തിനും അത് പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. അപ്പോൾ ഈ 14-ാമത്തെ വാക്യത്തിൽ ക്രിസ്തു ശാപമായി തീർന്നതിന്റെ രണ്ട് ഉദ്ദേശങ്ങൾ. ഒന്നാമത്തെ ഉദ്ദേശം, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവിൽ ജാതികൾക്ക് വരിക. രണ്ടാമത്തെ അനുഗ്രഹം, നാം ആത്മാവെന്ന വാഗ്ദത്തം വിശ്വാസത്താൽ പ്രാപിക്കുക. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 2 നമ്മൾ ചിന്തിച്ച ഭാഗമാണ്. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? നാം ആത്മാവിനെ പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാ പ്രാപിച്ചത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ. പ്രവൃത്തിയാലല്ല നാം ആത്മാവിനെ പ്രാപിച്ചത്, മറിച്ച് വിശ്വാസത്താല. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതിന് ശേഷമാണ് ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് അത് ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? ഈ ആത്മാവിനെ പ്രാപിക്കുക എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. ആത്മാവ് നമ്മിൽ അധിവസിക്കുന്നു എന്നത് നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ഒരു അടയാളമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നത് നാം രക്ഷിക്കപ്പെട്ടവരാണെന്നുള്ളതിന്റെ അടയാളമാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം എന്താണ് പറയുന്നത്? ബുക്ക് ഓഫ് റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 9. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. സ്തോത്രം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവം ഉള്ളവരത്രേ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നത് നാം രക്ഷിക്കപ്പെട്ടതിന്റെ ഒരടയാളമാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ ജനത്തില് അധിവസിക്കുവാനായുള്ള ആത്മാവിന്റെ വരവ് ക്രിസ്തീയ സഭയുടെ ശക്തിയുടെയും വിജയത്തിന്റെയും തെളിവാണ്. ഹല്ലേലൂയ. അതാണ് ക്രിസ്തീയ സഭയുടെ ശക്തി എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിന്മേൽ അധിവസിക്കുന്ന പരിശുദ്ധ ആത്മാവിൽ, അതാണ് നമ്മുടെ ശക്തിയും നമ്മുടെ വിജയവും. സ്തോത്രം. അത് ദൈവത്തിന്റെ ആത്മാവ. ആത്മാവിനെ പ്രാപിച്ച് ജീവിക്കുന്നവർ, അവരുടെ കൂട്ടം, അവരുടെ ശക്തി എന്ന് പറയുന്നത് അതാ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 49-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 24 വേഴ്സ് 49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. ഇത് യേശു പറഞ്ഞതാ. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. രണ്ടാമതൊരു വേദഭാഗം, പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. കാലങ്ങൾ കഴിഞ്ഞു, യേശു പറഞ്ഞതിന് ശേഷം യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു.
വീണ്ടും 8-ാം വാക്യം വായിച്ചാട്ട്. പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ യേശു അവരോട് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിൽ അധിവസിക്കുവാനായി ദൈവം അയച്ച പരിശുദ്ധാത്മാവ്, അതാണ് ക്രിസ്തീയ സഭയുടെ ശക്തി, ക്രിസ്തീയ സഭയുടെ വിജയം. ദൈവത്തിന് സ്തോത്രം. ഇനിയും ക്രിസ്തുവിന്റെ വരവിന് മുൻപ് തന്നെ നൽകപ്പെട്ടതായിരുന്നു ഈ ആത്മാവിന്റെ വാഗ്ദത്തം. അത് പഴയ നിയമത്തിലുമുണ്ട്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-29 വാക്യം. ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 28 and 29. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. സ്തോത്രം. അതിന്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ഈ ആത്മവാഗ്ദത്തം പെന്തക്കോസ്ത് നാളിൽ നിറവേറി. എങ്കിലും പൂർണ്ണ നിവൃത്തി ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. നമ്മിൽ പകർന്ന ഈ ആത്മാവിന്റെ ശക്തിയാലാണ് നമ്മൾ ഓരോരുത്തരും എടുക്കപ്പെടുന്നതും. ചുരുക്കി പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിച്ച് നമുക്ക് ആത്മാവിനെ നൽകി നമ്മെ ദൈവപുത്രന്മാരാക്കി. ഇനിയും ന്യായപ്രമാണ ആചാരങ്ങളിലേക്ക് തിരിയുന്നത് യുക്തമല്ല എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഈ വാക്യങ്ങളിൽ കൂടി തെളിയിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താ നമ്മൾ ഈ രാത്രികാലം ചിന്തിച്ചത്? 3-ാം അധ്യായം ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ മാത്രമാണ് രക്ഷയെന്ന് തെളിയിക്കുവാൻ അപ്പോസ്തലനായ പൗലോസ് 4 വിധ തെളിവുകൾ ഈ അധ്യായത്തിൽ നിരത്തുന്നു. ഒന്നാമത്തെ തെളിവ് ഗലാത്യരുടെ അനുഭവം, അവരുടെ തന്നെ അനുഭവം അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാട്ടുന്നു. 2, അബ്രഹാമിന്റെ മാതൃക അപ്പോസ്തലനായ പൗലോസ് എടുത്തു കാണിക്കുന്നു. 3-ാമത്തെ കാര്യമായി ഇന്ന് നമ്മൾ ചിന്തിച്ചത് അതിന്റെ 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പഴയ നിയമ തിരുവെഴുത്തുകളുടെ സാക്ഷ്യം. അതായത് കർത്താവായ യേശു ക്രിസ്തു മൂലം ന്യായപ്രമാണത്തിൽ നിന്നുള്ള വിടുതൽ നാം പ്രാപിച്ചു എന്ന് അടിവരയിട്ട് പറയുന്നു. അതിന്റെ 4-ാമത്തെ ഭാഗം ദൈവഹിതമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിക്കും. ഈ കേട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കും.